യെരമ്യാപ്രവചനം 32 അധ്യായത്തിൽ അതിൻ്റെ 27 വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്: ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇങ്ങനെ തനിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ലെങ്കിൽ നാം അവൻ്റെ കൂടെയാണെങ്കിൽ, അവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യങ്ങളായിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ട് കർത്താവ് ഇസ്രായേലിൻ്റെ റെസ്റ്റോറേഷൻ, അവരെ തിരിച്ച് യഥാസ്ഥാനത്താക്കുന്ന ആ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പോട്ട് കർത്താവ് വരുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്യം എന്നെ ഒന്ന് ടച്ച് ചെയ്തു. അത് 39 40 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചാൽ: അവർക്കും അവരുടെ ശേഷം അവരുടെ മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം അവർ എന്നെ എന്നേക്കും ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും കൊടുക്കും. ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും, വൺ മൈൻഡ് ആൻഡ് വൺ പർപ്പസ്. പലപ്പോഴും പർപ്പസ്, എന്തിനാണ് കർത്താവ് വിളിച്ചിറക്കിയത്, കർത്താവ് നമ്മളെ എന്തിനാണ് വിളിച്ചേക്കുന്നത്, കർത്താവ് നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതൊന്നും അറിയാതെ ഒരു പർപ്പസ് ഇല്ലാതെ പലപ്പോഴും നമ്മൾ ജീവിച്ചു പോകുന്നു എന്നുള്ളതൊരു സത്യമാണ്. ഈ ഭാഗങ്ങളൊക്കെ അല്പസമയം ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 40 വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും എന്നിങ്ങനെ ഞാൻ അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. ഒരു എവർലാസ്റ്റിംഗ് കവനൻറ്റ്. എന്താണ്? കർത്താവ് വിട്ടുപിരിയത്തില്ല, കർത്താവ് കൂടെ ഉണ്ടായിരിക്കും, നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കവനൻറ്റ്, ഒരു നിയമം ഞാൻ അവരോട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്നത്: അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാൻ എങ്കലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിലാക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വിട്ടുപിരിയാതെ അവരുടെ കൂടി ഇരിക്കണം. പക്ഷേ ഇവിടെ പറയുന്നത്, അവർ എന്നെ വിട്ടുപിരിയാതിരിക്കണമെങ്കിൽ, വിട്ടുമാറാതെ ഇരിക്കണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ എന്തു വേണം? ഭക്തി വേണം. ആ ഭക്തി എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരുന്നത് NKJV എഴുതിയേക്കുന്നത് ഫിയർ ഓഫ് ഗോഡ്. ദൈവത്തോടുള്ള ആ റെവറൻഷ്യൽ ഫിയർ, ദൈവത്തോടുള്ള ഭയം. നമ്മൾ ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ യെരമ്യാപ്രവചനം 30 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം എടുത്താൽ ഈ സംസാരിക്കുന്നതിൻ്റെ പശ്ചാത്തലം നമുക്കവിടെ കാണാം. യഹോവയെങ്കിൽ നിന്ന് 30 ആദ്യത്തെ വാക്യങ്ങൾ ഇങ്ങനെ: യഹോവയെങ്കിൽ നിന്ന് യെരമ്യാപ്രവചനത്തിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിന്നോട് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. രമ്യ വന്നേ പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇന്ന് നമ്മളിതൊക്കെ വായിക്കുന്നത്. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും, അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഇസ്രായേലിൻ്റെ റെസ്റ്റോറേഷനാണ് ഈ ഭാഗം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പം 21 22 വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവരുടെ പ്രഭു അവരിൽ തന്നെ ഉണ്ടാകും. അത് ഒരു കാര്യമെന്ന് പറയുന്നത്, അവർക്ക് ബാബിലോണിയൻ പ്രവാസകാലത്തിന് ശേഷം അവരുടേതായ, അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു രാജാവ് അവർക്കുണ്ടാകുമെന്നുള്ളത് ഒരു ഫുൾഫിൽമെൻ്റ് ആണെങ്കിൽ, പ്രവചനമാണെങ്കിൽ, അതിൻ്റെ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് യേശു കർത്താവ് രാജാവായിരിക്കുക എന്നുള്ളതാണ്. അപ്പം ആ മുമ്പോട്ട് വായിക്കുമ്പോൾ, അവരുടെ അധിപതി അവരുടെ നടുവിൽ നിന്ന് ഉത്ഭവിക്കും, ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും, അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവൻ ആർ? കർത്താവ് പറയുക, ഞാൻ അവനെ എന്നോടൊന്ന് അടുപ്പിക്കും. അപ്പോൾ ഒരു കാര്യം നമ്മൾ പറയുന്നത്, ഈ കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ് നമ്മെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത്.
അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് കർത്താവ് പറയുന്നത്, അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ഒരു ദൈവമാണ് യഥാർത്ഥത്തിൽ. ഞാൻ ചിന്തിക്കാറുണ്ട്, സൂര്യനെയും കോടി അതേപോലുള്ള നക്ഷത്രങ്ങളെയുമൊക്കെ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ആ ദൈവമെന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരനായൊരു ദൈവമായിരിക്കും. ഒരു മിന്നലടിക്കുമ്പം തിരുവനന്തപുരത്തെ നമ്മുടെ ഈ ദേശത്തേക്ക് ഒരു വർഷത്തേക്ക് വേണ്ട ഇലക്ട്രിസിറ്റി ആ ഒറ്റ മിന്നലിൽ കൂടെ ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ച് അവരോടെല്ലാം നിയമം ചെയ്ത് തൻ്റെ വാക്കിനാൽ സകലത്തെയും നിയന്ത്രിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ആ ദൈവം എത്ര വലിയൊരു ദൈവമാണ്. അതാണ് അവൻ പറയുന്നത്, അവനെ എന്നോട് അടുപ്പിക്കും. ദൈവം അങ്ങനെ ഒരു പദ്ധതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തുടങ്ങിയതിൻ്റെ ഭാഗമാണ് നമ്മളിന്നിവിടെ ഇരിക്കുന്നത്. നമ്മൾ ഈ ഇതിൻ്റെ 22 കൂടെ നമ്മൾ വായിച്ചാൽ, അങ്ങനെ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും. പഴയ നിയമത്തിലെ ഭാഗമാണ്. ഈ പഴയ നിയമത്തിലെ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഒന്നും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകാനൊക്കത്തില്ലായിരുന്നു. ദൈവം വെച്ചേക്കുന്ന ആ ബൗണ്ടറിക്കകത്ത് നിന്നോണം. സംഖ്യാപുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ഭാഗങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ, യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ലേവ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ ഉള്ളവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബമായും കുലമായും എണ്ണി തുക എടുപ്പിൻ. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്യരുടെ വേല എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ അഹരോൻ ചെയ്യേണ്ട കാര്യങ്ങൾ അഹരോൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി പറഞ്ഞിട്ട് അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടിത്തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തൊടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുമട് ഇവ തന്നെ എന്ന് പറഞ്ഞു. അപ്പം ഇവരെ അഹരോൻ ആ കൂടാരത്തിൻ്റെ കാര്യങ്ങൾ വിശുദ്ധമായതെല്ലാം കവർ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അതെല്ലാം അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് അതെല്ലാം പൊതിഞ്ഞ് കെട്ടി കൊടുത്താൽ കെഹാത്യർക്ക് ചുമക്കാം. പേലെത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘസദസ്യന്മാരും പ്രമാണികളുമായി 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. ഇവർ പറഞ്ഞു, മോശെ, നീ മാത്രമൊന്നുമല്ല ദൈവത്തിൻ്റെ അടുക്ക പോകാൻ ഒക്കുന്നത്, ഞങ്ങൾക്കും പോവാം. അവർ വിശുദ്ധമായിട്ടുള്ള വസ്തുക്കളൊക്കെ ചുമക്കാൻ ചുമതലപ്പെട്ടവരാണെങ്കിലും, മോശെ നീ മാത്രമൊന്നുമല്ല, ഈ ഇസ്രായേൽ ആ കുലമൊക്കെയും വിശുദ്ധരാണ്. ഒരു തരത്തിൽ ശരിയാണ്, വീണ്ടെടുക്കപ്പെട്ടവരാ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, ദൈവത്താൽ വിടുവിക്കപ്പെട്ടവരാ. പക്ഷേ കർത്താവ് അവർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവർ കോരഹിനോടും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ മോശ പറയുക. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. 4-ാം വാക്യം, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധർ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുത്ത് തന്നോട് അടുക്കുമാറാക്കും. താൻ തിരഞ്ഞെടുത്തവനെ തന്നോട്. അപ്പം തന്നോട് ആർക്ക് അടുത്ത് വരാമെന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കറിയാം ആ കഥ, ഞാൻ അതിലേക്ക് ഒരുപാട് പോകുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നത്, അവർ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ദൈവം
ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അപൂർവമായൊരു കാര്യം വെളിപ്പെടുത്തി തൻ്റെ നിയമം എന്താണെന്ന് അവിടെ ജനത്തിൻ്റെ വെളിപ്പെടുത്തി കൊടുത്തു. 30-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തതാൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങൾ അറിയും എന്ന് മോശ പറഞ്ഞു. ഇതുപോലെ തന്നെ നടന്നു. 35-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവയെങ്കിൽ നിന്ന് തീ പുറപ്പെട്ടു, ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. അപ്പം കർത്താവ് കൺഫേം ചെയ്തു ആരെയാ അടുത്തോട്ട് വരാനായിട്ട് കർത്താവ് തിരഞ്ഞെടുത്തേക്കുന്നത്. നമ്മൾ ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ മോശയുടെ കാര്യത്തിൽ മോശയോട് വേണ്ട മോശ മാത്രമേ പർവ്വതത്തിലേക്ക് വരാവൂ, വേറെ ആരും വന്നൂടാ. അങ്ങനെ ദൈവത്തിൻ്റേതായ പദ്ധതികളെല്ലാം ഉണ്ട്. സംഖ്യാപുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, നമ്പേഴ്സ് ചാപ്റ്റർ 8 അതിൻ്റെ 19 തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ നാം കാണുന്നത്, ഇസ്രായേൽ മക്കൾ വിശുദ്ധ മന്ദിരത്തിന് അടുത്ത് വരുമ്പോൾ അവരുടെ ഇടയിൽ ബാധ ഉണ്ടാകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ ഇസ്രായേൽ മക്കളുടെ വേല ചെയ്യും. ഇവിടുന്ന് വായിച്ചു ഈ വാക്യം എന്ന് വെച്ചാൽ, ഇസ്രായേൽ മക്കളുടെ വേല ചെയ്യാൻ എല്ലാ ഇസ്രായേലിനും ഉത്തരവാദിത്തപ്പെട്ടതായിരുന്നു കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവർ വന്ന് നശിച്ചു പോകാതിരിക്കാൻ കർത്താവ് എന്തോ ചെയ്തു, ഇസ്രായേലിൽ നിന്ന് ഒരു ഗോത്രത്തെ തനിക്ക് വേണ്ടി വേർതിരിച്ചിട്ട് ഈ പണി ചെയ്യാനായിട്ട് അവരെ എടുത്തു. അതല്ലേ ഇവർ. അപ്പം എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ ദൈവത്തിന് ഈ പറഞ്ഞ എല്ലാവരെയും വന്നങ്ങ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ കയറി വരുമെന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാപ്പെടാതെ ഇവർ നശിച്ചു പോകുമെന്നുള്ള ദൈവത്തിൻ്റെ ആ ഒരു ഫോർനോളജ്, ദൈവത്തിൻ്റെ ആ ഒരു ബോധ്യത്തിൽ താൻ ഈ ലേവ്യരെ മാത്രം തിരഞ്ഞെടുത്തു. 24 തൊട്ട് 25-ാമത്തെ അതേ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 24 തുടങ്ങി വായിച്ചാൽ ഓക്കെ, അത് അതിനകത്തല്ല, പോട്ടെ. 8-ന്റെ 24 തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ, ലേവ്യർക്കുള്ള പ്രമാണമാവിത്, 25 വയസ്സ് മുതൽ അവർ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുന്ന സേവയിൽ പ്രവേശിക്കണം. 50 വയസ്സ് മുതലോ അവർ വേല ചെയ്യുന്ന സേവയിൽ നിന്ന് ഒഴിയണം. 25 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെ അവരുടെ ആ പൂർണ്ണമായിട്ടുള്ള ആ യൗവനത്തിൽ വേണം, അവരുടെ ആ ബലത്തിൽ വേണം ഇവർ സേവ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് മറ്റുള്ളവരെ സഹായിക്കാനേ ഒക്കത്തുള്ളൂ. അങ്ങനെ ദൈവത്തിന് വ്യക്തമായ നിയമങ്ങളാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും സേവിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടെ പോയി നശിച്ചു പോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോത്രത്തെ പ്രത്യേകമായിട്ട്, ഇവരിൽ പെട്ടവരായിരുന്നു ഈ കെഹാത്യർ. അപ്പം അവരുടെയും ഇടയിൽ ദൈവം വ്യക്തമായിട്ടുള്ള നിയമങ്ങളൊക്കെ കൊടുത്തിരുന്നു. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ടെ. എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകയാൽ അതിൻ്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പം നമ്മളോട് പറയുന്നത് എന്താണ്? വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു പുതിയ നിയമം. ഓൺ ബെറ്റർ പ്രോമിസസ്, എ ബെറ്റർ കവനൻറ്റ്. നമ്മൾ പഴയ നിയമത്തിൻ്റെ ആ ഒരു കവനൻറ്റിൻ്റെ പുറത്തല്ല ദൈവത്തോട് അടുക്കുന്നത്. നമ്മൾ പുതിയ നിയമത്തിൻ്റെ കവനൻറ്റിലാണ് നമ്മൾ അടുത്ത് വരുന്നത്. പുതിയ നിയമമാകുന്ന ആ കവനൻറ്റിലാണ് അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും.
അവർക്ക് കൽപ്പലകയിൽ എഴുതി കൊടുത്തെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് എഴുതി തരാം. നമ്മുടെ ആ കമാൻഡ്സ് എല്ലാം ഇൻറ്റേർണലൈസ്ഡ് ചെയ്ത്, എക്സ്റ്റേണലായിരുന്ന പുറമേ ആയിരുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിലാക്കി തന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഹൃദയത്തിൻ്റെ പലകമേൽ ഞാനത് എഴുതി തരാം. ഈ ഹൃദയമെന്ന് പറയുന്നത് കോൺഷ്യസ് അല്ലാതിരിക്കുമ്പോൾ, സുബോധമായിട്ടെന്ന് പറഞ്ഞാൽ പൂർണ്ണ ആ ഒരു കോൺഷ്യസ്നെസ്സിലല്ലാത്തപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൃദയമെന്ന് പറയുന്നത്. ഹൃദയം അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് ചിന്തിച്ച് ചെയ്യാതെ നമ്മളെ ഉള്ളിൽ നിന്ന് നയിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഹൃദയം. അവിടെ എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഷ്യസായിട്ട് ഞാനിത് അനുസരിക്കണമെന്ന് പറഞ്ഞനുസരിക്കുകയല്ല, ഉള്ളീന്ന് എനിക്ക് അനുസരിക്കാനായിട്ടുള്ള ആ പ്രേരണ കിട്ടുകയാണ്. ഇതാണ് ബെറ്റർ പ്രോമിസസ്, ബെറ്റർ കവനൻറ്റ്. ഇതിൻ്റെ ഭാഗമാണ് നമ്മൾ. 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 19 തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥതയോടെ അടുത്ത് ചെല്ലുക. ഇവിടെ പറയും നമുക്കങ്ങ് അടുത്ത് ചെല്ലാം. നമ്മുടെ ഹൃദയം സൂക്ഷിക്കണം. നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ശുദ്ധീകരിക്കണം. വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ പഴയ നിയമകാലത്ത് അവർക്ക് അടുത്തു പോകാൻ കഴിയാതിരുന്ന സ്ഥാനത്ത് നമുക്കവിടെ ചെല്ലാം. നമുക്ക് വേണ്ടി അവിടെ ഒരു മഹാപുരോഹിതൻ ഓൾറെഡി ഉണ്ട്. നമ്മുടെ ബലഹീനതയിൽ സഹതപിക്കാൻ കഴിയുന്ന, നമ്മുടെ ബലഹീനതകൾ എന്താണെന്ന് അറിയുന്ന, നമുക്ക് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി അവിടെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോകാം. എന്തൊരു വ്യത്യാസം പഴയ നിയമവും പുതിയ നിയമവുമായിട്ട്. നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകാം. കർത്താവ് ഈ ഉടമ്പടിയിലേക്ക് നമ്മളെ എങ്ങനെ കൊണ്ടുവന്നു? എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, 8 വായിക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും കരുണയും പുതിയ ഉടമ്പടിയിൽ വെളിപ്പെട്ടു. കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് പറയുന്നത് എന്താണ്? വിശ്വാസം മൂലമാണ് രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ നമ്മൾ പറഞ്ഞാലും, ഞാൻ കർത്താവിൽ വിശ്വസിച്ചതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ പോലും അവിടെ പറയുന്നത് എന്താണ്? അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിലൊന്ന് വിശ്വസിക്കാൻ, ദൈവത്തിങ്കിലേക്കൊന്ന് നോക്കാൻ, അങ്ങനെ ഒന്ന് കർത്താവായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ നമുക്ക് ലഭിച്ച അവസരം ദൈവം നമ്മളോട് കാണിച്ച വലിയ കൃപയാണ്, നമുക്കുള്ളതല്ല. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതിയേക്കുന്നത്? ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഇതൊന്നും നമ്മൾ ചെയ്തെന്നോ, നമ്മുടെ പഴയ തലമുറ ചെയ്തെന്നോ, ഏതാണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തെന്നോ, ഇതുകൊണ്ടൊന്നുമല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മളോട് അവൻ്റെ കരുണയും കൃപയും വെളിപ്പെട്ടപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് വരുവാൻ നമുക്ക് വേണ്ടി ഒരു പുതിയ വഴി ദൈവം തുറന്നു വന്നു. ധൈര്യമായിട്ട് കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ തക്ക സമയത്ത് കരുണയും കൃപയും
പ്രാപിക്കേണ്ടതിന് ധൈര്യമായിട്ട് കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് ഓടിപ്പോകാൻ നമുക്കൊരു വഴി തുറന്നു വന്നു. നമ്മൾ നശിച്ചു പോകുന്നൊന്നും നമ്മൾ പേടിക്കണ്ട. അവിടെ തീ അവിടെ എന്നാ പറഞ്ഞ ഭൂമി പുളർന്ന് നമ്മളെ വിഴുങ്ങുമെന്നുള്ളൊരു ഭയമില്ല. ആകാശത്തു നിന്ന് ഇടി വരുമെന്ന്, ഇടിമിന്നലേറ്റ് നശിക്കുമെന്നൊരു ഭയമില്ല. ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് കരുണയും തക്ക സമയത്ത് കൃപയും സഹായത്തിനായിട്ട് കൃപയും അവൻ്റെ പക്കൽ നിന്ന് കരുണയും പ്രാപിക്കേണ്ടതിന് ധൈര്യമായിട്ട് കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നിയല്ല. എന്തൊരു പ്രിവിലേജ്! എവിടെ നമുക്ക് ഇത്രയും പ്രിവിലേജ് തരുന്നു, നമ്മളൊരു കാര്യം ഓർക്കണം, അവിടെ ദൈവം നമ്മളിൽ നിന്ന് നമുക്ക് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ദൈവം നമുക്ക് ഇത്രയും പ്രിവിലേജ് തന്നിരിക്കുന്നു, നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫിലിപ്പ് ലേഖനത്തിലേക്ക് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ, ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 12 തുടങ്ങിയുള്ള ഭാഗ്യങ്ങൾ നമുക്ക് വായിക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് മലയാളത്തിൽ പറയുന്നു. നിങ്ങളുടെ രക്ഷ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുവീൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ വിത്ത് ഫിയർ ആൻഡ് ട്രംബ്ലിങ്. നമുക്ക് തന്ന വലിയ പ്രിവിലേജാണ്. ധൈര്യമായിട്ട് നമ്മൾ വിശ്വസിക്കാൻ കൃപ തന്നു, രക്ഷിക്കപ്പെട്ടു, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എപ്പോഴും പോകാനുള്ള വഴി തുറന്നു തന്നു, കരുണ പ്രാപിക്കാം, കൃപ ലഭിക്കാം. പക്ഷേ ഈ രക്ഷ നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലാക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ കൊണ്ട് അത് നമ്മൾ മറന്നു കളയല്ലേ. ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ദൈവമാണ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരാഗ്രഹം തരും. ദൈവം ഉള്ളിൽ ചില ആഗ്രഹങ്ങൾ ഒരു എഴുന്നേൽക്കാം, നമുക്കിങ്ങനെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ഒരു ദൈവവചനം വായിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ദൈവം നമ്മളോട് സംസാരിക്കും, ഉള്ളിലൊരു ഇച്ഛ തരും. ഇച്ഛയ്ക്ക് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ പ്രവർത്തിക്കാനുള്ള കൃപ ദൈവം തരും. ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ ചെയ്യുന്നത്. ഇച്ഛിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു നമ്മളൊന്ന് വില്ല് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനൊക്കത്തില്ല. കാരണം ദൈവം നമ്മെ അങ്ങനെ ഇൻഡിപെൻഡൻ്റായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് തീരുമാനമെടുക്കാനുള്ള അവകാശം ദൈവം തന്നിട്ട് അവൻ്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കാതെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ദൈവം ചെയ്യത്തില്ല. ദൈവം ആഗ്രഹം തരുമ്പോൾ അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്തില്ല എങ്കിൽ ദൈവത്തിന് നമ്മളെ സഹായിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം ചെയ്യത്തില്ല, ദൈവം വെയിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇച്ഛിക്കുക എന്നും പ്രവർത്തിക്കുക എന്നും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്കൊരു ആഗ്രഹം ദൈവം തരുമെങ്കിൽ നമുക്ക് കഴിയുമോ ഇല്ലയോ, നമ്മൾ മുമ്പേ ഇന്ന് പാടിയ പോലെ എനിക്ക് കഴിയുമോ, എന്നെക്കൊണ്ട് ഇതൊക്കുമോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ പറയേണ്ടത്, കർത്താവേ നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, ഞാൻ റെഡിയാണ്, ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ വെക്കുന്നു. ബാക്കി ചെയ്യാനുള്ള കൃപ തരേണ്ടത് ആരാണ്? നമ്മുടെ ദൈവമാണ്. അവനിക്കൂടെ നിൽക്കുമ്പോഴാണ് അസാധ്യങ്ങൾ നമുക്ക് ഇല്ലാത്തത്. നമുക്ക് അസാധ്യമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പോലും നമ്മൾ തീരുമാനമെടുക്കണം. കർത്താവേ ഇത് അങ്ങയുടെ ഹിതമാണെങ്കിൽ എനിക്കത് മതി എന്നൊരു തീരുമാനം പറയാമെങ്കിൽ ബാക്കി നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും തീരുമാനം നമ്മൾ എടുക്കത്തില്ല. വേണോ വേണ്ടായോ ഇങ്ങനെ ഇരിക്കുന്ന ഇരുമനസ്സുകൊണ്ട് ദൈവം തമ്പുരാൻ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞു, ഒന്നും നടക്കത്തില്ല. വേണോ എന്നൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ നടപ്പാക്കിത്തരാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ 2 കൊരിന്ത്യരിലേക്ക് വരികയാണെങ്കിൽ 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയേക്കുന്നത്: ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു.
നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിനെ ഭയപ്പെടണം. ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് നോയിങ് ദ ടെറർ ഓഫ് ദ ലോഡ് എന്ന NIV പരിഭാഷ. ദൈവത്തെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. 14-ാമത്തെ വാക്യം പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇവിടെ എന്താ പറയുന്നേ? ദൈവത്തെ ഭയപ്പെടണമെന്ന് ഞങ്ങൾക്കൊരു ബോധ്യം കിട്ടിയത് കൊണ്ട് ഇപ്പം ഞങ്ങൾ എന്തോ ചെയ്യുക? മറ്റുള്ളവരെ സമ്മതിപ്പിക്കുക. ഞാൻ പറയുന്ന ഈ വചനമെന്ന് പറയുന്നത് നമ്മൾ സുവിശേഷം പറയേണ്ടതിൻ്റെ വലിയൊരു ആവശ്യബോധമാണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. എനിക്ക് ദൈവത്തെ ഭയപ്പെടണമെന്നൊരു ബോധ്യം വന്നതുകൊണ്ട് ഈ ദൈവത്തെ ഭയപ്പെടാൻ യോഗ്യനാണെന്ന് മറ്റുള്ളവരോട് പറയാനും, നിങ്ങൾ ഇങ്ങനെ ജീവിച്ചാൽ ദൈവത്തിൻ്റെ ക്രോധത്തിന് കീഴിൽ ജീവിക്കുകയാണെന്ന് മനസ്സിലാക്കാനും രക്ഷയെന്ന് പറഞ്ഞ വലിയൊരു മാർഗം നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നത് അവരെ ബോധ്യപ്പെടുത്താനുമുള്ള വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. നമ്മുടെ കൂടെയുള്ളവരൊക്കെ നശിച്ചു പോകുന്ന കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരു ഭാരം വരുന്നില്ല? യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടണമെന്നുള്ള ആ ദൈവത്തോടുള്ള ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ കുറവായതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ നിർബന്ധിക്കാൻ കഴിയാത്തത്. നമുക്ക് ഏറ്റു പറയണം, കർത്താവേ അങ്ങനെ നമ്മൾ മുമ്പേ കണ്ടല്ലോ, ഭയം എന്നുള്ളതും ഭക്തി എന്നുള്ള വാക്കും മാറ്റി മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഭക്തി എന്ന് പറയുന്നത് ഭയമാണ്. ഞാൻ ഭയക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഭക്തിയായിട്ടാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ അനുസരിക്കണമെന്ന് ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങളൂടെ നമുക്ക് പെട്ടെന്ന് പോകാം. എൻ്റെ സമയം വളരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 11 തുടങ്ങിയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുകയാണെങ്കിൽ, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. അതെ, നമുക്കൊരു കാര്യമുണ്ട്. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മുമ്പാകെ പരിശോധിക്കപ്പെടും. നമ്മുടെ പ്രവൃത്തികളല്ല രക്ഷയ്ക്ക് കാരണമെങ്കിൽ പോലും നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ജീവിച്ചു പോരുന്ന രീതികൾ ദൈവത്തിൻ്റെ മുമ്പിൽ അതിന് വളരെ ഉത്തരവാദിത്വത്തോടെ നമ്മൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. വി ആർ അക്കൗണ്ടബിൾ. മനുഷ്യൻ നല്ലത് ആകിലും തീയതാകിലും ചെയ്തതിന് തക്കവണ്ണം ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കണം. അപ്പം നമുക്ക് രക്ഷിക്കപ്പെടുവാൻ പ്രവർത്തികളില്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ പറയുന്നത് വെള്ളിയായിട്ടാണോ പൊന്നുപോലുള്ള പ്രവൃത്തിയാണോ? നമ്മൾ പലപ്പോഴും നമ്മൾ ഈ നമ്മുടെ സൗകര്യം പോലെ അങ്ങ് ജീവിച്ചാൽ മതി. നമ്മൾ സൗകര്യം പോലെ ജീവിച്ചാൽ മതി രക്ഷിക്കപ്പെട്ടതിന് ശേഷം. എഫെസ്യ ലേഖനത്തിൽ രക്ഷിക്കപ്പെടുന്നതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞ് ഉടനെ പറഞ്ഞേക്കുന്ന വാക്യം എന്താ? എഫെസ്യർ ചാപ്റ്റർ 2 അതിൻ്റെ 10-ാമത്തെ വാക്യം, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം ചെയ്തു പോരേണ്ടതിന് അവൻ
മുന്നൊരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയുമായിരിക്കണം, കർത്താവേ, അങ്ങനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എനിക്ക് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അങ്ങനെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു അതാണ് എനിക്ക് ചെയ്യേണ്ടത്. എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളതോ എനിക്ക് സൗകര്യമുള്ളതോ ഒന്നുമല്ല ഞാൻ ചെയ്യേണ്ടത്. ദൈവം, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്നെക്കുറിച്ച് ദൈവം നിർണയിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ട് അവൻ്റെ സന്നിധി ചെല്ലുമ്പോൾ ആ പ്രവൃത്തികളാണ് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ലുകൾ, അല്ലെങ്കിൽ തടിയും പുല്ലുമൊക്കെ ആയിരിക്കും. തീയിൽ കൂടി അതിനെ ശോധന ചെയ്യുമ്പോൾ അത് കത്തിപ്പോവും. ഇതാണ് രക്ഷിക്കപ്പെട്ടവരുടെ ന്യായവിധി എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായസ്ഥനത്തിന് മുമ്പേ നമ്മൾ നിൽക്കണം. ഇതല്ല രക്ഷിക്കപ്പെടാത്തവരുടേത്. റോമാലേഖനത്തിൽ പറയുന്നു, അവരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം കത്തിക്കൊണ്ടിരിക്കുക. സങ്കീർത്തനത്തിൽ പറയും, ദുഷ്ടൻ പന പോലെ തഴച്ചു, പക്ഷെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയപ്പോൾ അവനെ കണ്ടില്ല. അവരെ അവൻ വഴുവഴുപ്പിൽ നിർത്തുന്നു. അത് വേറെയാ. പക്ഷേ ഈ രക്ഷിക്കപ്പെട്ട നമുക്ക് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സൽപ്രവർത്തികൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കി അതിൽ നടക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനത്തിലെ ഒരു ഭാഗം കൂടെ ചിന്തിച്ചിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. ഇവിടെയും ഭയപ്പെടേണ്ട ഒരു വിഷയമാണ്. ഭയത്തോടെ രക്ഷ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ പറയുകയാണ്, സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ. ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്ന് പറയുന്നതുകൊണ്ട് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ സ്വസ്ഥതയെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് തൻ്റെ പ്രവർത്തികളിൽ നിന്ന് വിരമിച്ചതിനെയും സ്വസ്ഥതയെന്ന് വിളിച്ചു. ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം ഒരു ദിവസം അവർക്ക് കൽപ്പിച്ചു കൊടുത്തതിനെയും സ്വസ്ഥതയെന്ന് വിളിച്ചു, അല്ലെങ്കിൽ അവർ ശാബത്ത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നേക്കും ആയിരിക്കുന്നതിനെയും ഒരു ശാബത്ത് എന്ന് വിളിക്കുന്നു. പക്ഷെ ഇവിടെ പറയുന്നത് തൻ്റെ ഈ പറയുന്ന വേറെ ഒരു അർത്ഥം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ നമ്മൾ മുമ്പേ ചിന്തിച്ച ഒരു വചനത്തോട് ചേർന്ന് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികളിൽ നിന്ന് നമ്മൾ വിരമിക്കണം. 9-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചാൽ, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിനൊരു ശബ്ബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായിത്തീർന്നു. അപ്പം നമ്മൾക്ക് സൗകര്യമുള്ളത് ചെയ്തുകൊണ്ട് ജീവിക്കാനല്ല, ആ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ ഹിതത്തിൽ നാം ജീവിക്കുക, അവൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുക. നമ്മൾ ഈ ജീവിക്കുമ്പോഴേ കർത്താവിൻ്റെ ഹിതപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു റെസ്റ്റാണ്, ഒരു സ്വസ്ഥതയാണ്. എത്ര പ്രശ്നങ്ങളുള്ള ഒരു വേലയാണ് കർത്താവ് തന്നിരിക്കുന്നെങ്കിലും അവിടെ അസാധ്യങ്ങളില്ലാത്തൊരു ദൈവം കൂടെയുള്ളത് കൊണ്ട്, നമ്മളെ സഹായിക്കാൻ നമ്മുടെ കൂടെ ഒരു ദൈവം ഉള്ളത് കൊണ്ട് നമ്മൾ വലിയ സ്വസ്ഥതയിലായിരിക്കും. അപ്പം നമ്മുടെ കാര്യത്തിൽ ടെൻഷൻ കൂടുന്നെങ്കിൽ ഓർത്തോണം, ദൈവത്തിൻ്റെ ഹിതത്തിലാണോ ഞാനായിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണം. അതുകൊണ്ട് 11-ാമത്തെ വാക്യം, ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. നമ്മളോട് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചാൽ നിങ്ങളുടെ കാര്യം കഷ്ടമാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ
അത് നിമിത്തം എല്ലാം ചവറന്നുണ്ണുന്നു. എന്നിട്ട് അവസാനം പറയുന്നത് എന്താ? വല്ല വിധേനയും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കാൻ ഞാനിതെല്ലാം ചവറന്നെണ്ണി. ജീവിതത്തിൽ ചിലതൊക്കെ വിട്ടുകളയാൻ, വില കുറഞ്ഞതൊക്കെ വിട്ടുകളയാഞ്ഞാൽ മാത്രമേ ഈ വില കൂടിയതിൻ്റെ പുറകെ പാനൊക്കത്തുള്ളൂ. നമുക്ക് വിട്ടുകളയാനും വയ്യ, ബാക്കി എല്ലാം വലിയ കാര്യങ്ങൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് സാധിക്കത്തില്ല. നമ്മുടെ പ്രവൃത്തികളിൽ നിന്ന് നമ്മൾ നിവൃത്തിയനാകാതെ കർത്താവിൻ്റെ പ്രവൃത്തിയിലേക്ക് നമുക്ക് കടക്കാനൊക്കത്തില്ല. നമ്മളൊരു ദൈവത്തിൻ്റെ ഹിതം നമ്മൾ മനസ്സിലാകുന്നതനുസരിച്ചൊരു തീരുമാനമെടുക്കാതെ ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ കഴിയത്തില്ല, ആ പ്രവൃത്തി തികച്ചെടുക്കാൻ കഴിയത്തില്ല. നമുക്കിന്ന് വീണ്ടും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വെക്കാം. രക്ഷിക്കപ്പെടുവാൻ നമ്മുടെ ഒരു പ്രവൃത്തിയുമല്ലായിരുന്നു, ഒരു ജഡവും അവൻ്റെ മുമ്പിൽ പ്രശംസിപ്പാതിരിപ്പാൻ അത് കൃപയാൽ നമുക്ക് തന്നു. അവിടെ തുടങ്ങി നമ്മൾ ചെയ്തു പോരേണ്ടതിന് അവൻ സൽപ്രവർത്തികൾ നിയമിച്ചു. ഈ അപ്പോയിൻറ്റഡ്, അതിൽ നടക്കുക, അവൻ്റെ വഴികളിൽ നടക്കുക. അവൻ നമ്മുടെ കൂടെയുണ്ട്. അവൻ വിളിച്ചിറക്കി അവനോട് അടുക്കുമാറാക്കിയ ഒരു ജനമായിട്ട് അവൻ്റെ സാന്നിധ്യവും അവൻ്റെ ആ ഇൻറ്റിമസി, ദൈവവുമായിട്ടുള്ള വലിയൊരു വലിയ ആഴത്തിലുള്ളൊരു ബന്ധത്തിൽ ജീവിക്കാനാണ് നമ്മളെ വിളിച്ചേക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ മുമ്പോട്ട് നടത്തും. ഗോഡ് ബ്ലെസ് യു. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.